എന്താ നിന്റെ ഉദ്ദേശം? നിന്റെ ഉദ്ദേശം തന്നെടാ. അത് നിന്നെ കൊണ്ടാകും. ആകൂന്ന് ഞാൻ നോക്കട്ടെ. ഒന്നും നോക്കാനില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 361 ശരി, 402 ശരി, ഈ 367 ശരി. ജയിലിലെ ഗോതമ്പ് കഞ്ഞിയേക്കാൾ ഇവിടത്തെ പഴങ്കഞ്ഞിക്കാണ് ഒരു രുചി. ഓർമ്മ വേണം, ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയാൽ പഴയതുപോലെ എല്ലാവരും സ്വന്തം ചെയ്ത് പോയിട്ട് വരും. ഇതെല്ലാം അവിടെ നടക്കില്ലടാ. നടക്കൂടാ. കണ്ടുകളയാം. കണ്ടുകളയാം. ആദ്യം ആങ്ങളയ്ക്ക്, പിന്നെ മലയാളി എന്റെ ഭർത്താവിന്. ഇതൊന്ന് അകത്തോണ്ട് നോക്കി. കൊള്ളാം, ഉടഞ്ഞില്ല. ഇതുകൊണ്ട് നോക്കിടി. ഇനി ഈ വീട്ടിൽ എന്തെങ്കിലും നീ ഉടയ്ക്കാൻ ശ്രമിച്ചാൽ നിന്റെ എല്ലി ഞാൻ ഒടിക്കും. എന്ത് പണിയാടാ ദാസൻ നീ കാണിച്ചത്? എന്നെ പിക്കപ്പ് ചെയ്യാൻ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര നേരം അവിടെ കാത്തു നിന്നു. എന്റെ നല്ല കാലത്തൊരു മനുഷ്യൻ അവിടെ കൊണ്ട് വിട്ടു. അളിയ, ഒരു അബദ്ധം പറ്റി. ഞാൻ നിന്നെ പിക്കപ്പ് ചെയ്യാൻ വന്നതാ. വണ്ടി ഒന്ന് സ്കിഡ് ചെയ്തു. ദേ കിടക്ക് താഴെ. ദേ കയ്യിൽ പഞ്ചർ ഒട്ടിച്ചു. ആ, അധികം വല്ലതും പറ്റൂടാ? ബൈക്കിനെ പറ്റിയതായി കമ്പയർ ചെയ്യുമ്പോ എനിക്ക് നിസ്സാര പരിക്കല്ലേ ഉള്ളൂ. നീ ആ വണ്ടി കുളവാക്കും. ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യം? ഹോ, ഇങ്ങനൊരു ദുഷ്ടൻ. ബൈക്ക് പോയാലും അളിയ നീ രക്ഷപ്പെട്ടല്ലോ, അത് മതി. എന്നൊരു ഫോർമാലിറ്റി എങ്കിലും ചോദിച്ചൂടെ? അവന് ബൈക്ക് പോയാലാ സങ്കടം. അകത്തോട്ട് വരാമോ എന്തോ? വേണേ കേറി വിടാ. അല്ല, രണ്ടിന്റെ ഇരിപ്പും മറ്റും കണ്ടപ്പോ വല്ല റൊമാൻസോ മറ്റോ ആണെങ്കിൽ നമ്മളായിട്ട് ശല്യപ്പെടുത്തല്ലോ എന്ന് കരുതി. അല്ല, രാവിലെ തന്നെ കിട്ടിയല്ലോ. ഉരുണ്ട് വീണതോ അതോ തല്ലുകൊണ്ടതോ? പോടാ. ആ